മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തു കേന്ദ്രീകൃതമായ കുടുംബങ്ങൾ എന്നും ലോകത്തിന് പ്രകാശം പരത്തുന്നവയാണ്. നമ്മുടെയെല്ലാം കുടുംബങ്ങളിലേക്ക് ധാരാളം ദൈവകൃപകൾ ഒഴുകിയിറങ്ങുന്ന ഈ നേഴ്സസ് ടൈമിലേക്ക് എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തു ഈ കുടുംബത്തിൻ്റെ നാഥനെന്ന് മിക്കവാറും നമ്മുടെയെല്ലാം ഭവനങ്ങളുടെ വാതിലിൽ ഒട്ടിച്ചു വയ്ക്കാറുണ്ട്. എന്നാൽ ആ കുടുംബത്തിലുള്ളവരെല്ലാവരും ദൈവസ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ഭവനത്തിൻ്റെ നാഥനാകുന്നത്. നമുക്കിപ്പോൾ ഒരു നേഴ്സിനെയും അവരുടെ കുടുംബത്തെയും പരിചയപ്പെടാം. എൻ്റെ പേര് ലൂർദ്. ഞാൻ ഷാർജയിൽ 13 വർഷമായിട്ട് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഇത് എൻ്റെ ജീവിത പങ്കാളി. എൻ്റെ പേര് ബാബു. ഞാൻ കഴിഞ്ഞ 13 വർഷമായിട്ട് ദുബായിൽ ജോലി ചെയ്യുന്നു. ഇത് ഞങ്ങളുടെ 2 മക്കളും. എൻ്റെ പേര് ജെറീന. ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു. +2 വരെ ഞാൻ ഇവിടെയാണ് പഠിച്ചത്. ബാക്കി പഠിത്തം എൻ്റെ നാട്ടിലായിരുന്നു. ഞാൻ ജോസഫ് ബാബു. ഞാൻ സിവിൽ BTech ഗ്രാജുവേറ്റാണ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് നാട്ടിലേക്ക് പോയി പഠനത്തിന് വേണ്ടി. ലൂർദ്, നേഴ്സിംഗ് ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണത്തെപ്പറ്റി എന്താണ് ഓർക്കുന്നത്? ഞാൻ പലരോട് ചോദിക്കുമ്പോഴും പല കാരണങ്ങളാണ് പറയുന്നത്. മാതാപിതാക്കളുടെ നിർബന്ധം കൊണ്ടോ അല്ലെങ്കിൽ ഫാമിലിയുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട്. അപ്പോൾ ലൂർദിന് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? എങ്ങനെയായിരുന്നു ലൂർദ് നേഴ്സിംഗ് ഫീൽഡ് തിരഞ്ഞെടുക്കാൻ ഒരു കാരണം അല്ലെങ്കിൽ ഒരു പ്രചോദനമായത് എന്തായിരുന്നു? ഞാൻ നേഴ്സിംഗ് ഫീൽഡ് തിരഞ്ഞെടുത്ത കാരണം എന്ന് ചോദിച്ചാൽ, അന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആരും നേഴ്സിങ്ങിന് പോകുകയോ പുറത്തേക്ക് പോകുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് എൻ്റെ ചേച്ചിയും എൻ്റെ ഒരു കസിനും പോകുന്നത്. അപ്പോൾ അവർ പോയിട്ട് വരുന്നു, അവർ പോകുന്ന അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയി തോന്നി. ഒപ്പം തന്നെ എനിക്കും തോന്നി എന്തെങ്കിലും ഒരു ജോലി എനിക്കും വേണം. അത്രമാത്രം എനിക്ക് അന്ന് ഞാൻ പോയപ്പോൾ തോന്നിയിരുന്നുള്ളൂ. ഓക്കെ അങ്ങനെ ഒരു നമ്മളോട് മിക്കവാറും നേഴ്സുമാരോട് ചോദിച്ചാൽ പറയുന്നത് എന്തെങ്കിലുമൊക്കെ പുറത്ത് പോകണം, ജോലി ചെയ്യണം. ഇതൊക്കെയായിരുന്നു അന്നൊക്കെ നമ്മൾ നേഴ്സിംഗ് ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ലൂർദിന് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അന്ന് തിരഞ്ഞെടുത്തതിനെപ്പറ്റിയും ഇന്ന് ഈ നേഴ്സിംഗ് ഫീൽഡ് ജോലി ചെയ്യുമ്പോൾ എന്താണ് ലൂർദിന് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഈ നേഴ്സിംഗ് ഒരു പ്രൊഫഷൻ മാത്രമല്ല, അതൊരു ദൈവവിളി കൂടിയാണ്. കഴിഞ്ഞൊരു 10 വർഷമായിട്ടാണ് ശരിക്കും ഞാനൊരു ഈശോയെ തിരിച്ചറിഞ്ഞ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയത്. ലൂർദ്, ഇപ്പോൾ ഒത്തിരി പേര് നമ്മുടെ നേഴ്സുമാർ ഒരുപാട് പേര് അനുഭവം പങ്കുവെച്ചത് നമുക്ക് കേൾക്കാം. അതൊരു പ്രൊഫഷൻ മാത്രമല്ല, ഒരു ദൈവവിളി കൂടിയാണെന്നുള്ളത് അത് പലരും നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മുടെ ജോലി മേഖലകളിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ 2 പേരും ജോലിക്കാരാണ്. ബാബുശാനും ലൂർദും ജോലി ചെയ്യുന്നവരാണ്. നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയാണ്? നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം നിങ്ങൾക്ക് എങ്ങനെയാണ്? നിങ്ങൾ അതിനൊക്കെ സമയം കണ്ടെത്തുന്നത്? നിങ്ങൾ എല്ലാത്തിലും ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് 2 പേരും. അപ്പോൾ നിങ്ങൾ ജോലിക്കാരൊക്കെ ആയ കാരണം അതിനൊക്കെയുള്ള സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥന ഞങ്ങൾ ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചതെന്ന് വെച്ചാൽ, ഞാൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച ഒരു ശീലമായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ഫാദർ വളരെ സ്ട്രിക്റ്റായിരുന്നു. പ്രാർത്ഥന തുടങ്ങുന്ന സമയം മുതൽ അവസാനിക്കുന്ന സമയം വരെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥന ചെല്ലണം എന്നുള്ള ഒരു വലിയൊരു നിർബന്ധ ബുദ്ധി പുള്ളിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഞാനും ഫോളോ ചെയ്തത്. ഞങ്ങൾ കുടുംബമായി ജീവിച്ചു. ഞാനും പുള്ളിക്കാരി ആയപ്പം ഞങ്ങൾ ഒന്നിച്ച് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം കുഞ്ഞുങ്ങളുണ്ടായതിന് ശേഷം അവരെയും ഞാൻ ഇതിനു വേണ്ടി ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ ഞാൻ കമ്പല് ചെയ്തിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ചെറുപ്പം മുതൽ തന്നെ അവരെ ഞാനത് ശീലിപ്പിച്ചു. എന്തുകൊണ്ടെന്നറിയില്ല, ഈശോയോട് കൂടുതൽ അടുക്കണമെങ്കിൽ മുട്ടുകുത്തി നിന്ന് കുറച്ച് ത്യാഗം സഹിച്ച് തന്നെ പ്രാർത്ഥനകളൊക്കെ ചെല്ലണമെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവരെ അത് ശീലിപ്പിച്ചു. പിന്നെ വിശുദ്ധ കുർബാനയിൽ ഒരു വലിയ ശക്തി ഞങ്ങൾ കണ്ടതുകൊണ്ട് എല്ലാ ദിവസവും തന്നെ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ഞങ്ങൾ പോകുമായിരുന്നു. അതിലൂടെയാണ് ഞങ്ങളുടെ ശക്തി കൈവരിച്ചത്. എൻ്റെ ജോലി
ജോലിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷം എൻ്റെ ജോലിയെയും മീറ്റിങ്ങുകളെയും മറ്റുള്ള കാര്യങ്ങളെയൊക്കെ ഞാൻ ആ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പോകുമ്പോൾ വലിയ ഒരു മാറ്റമായിരുന്നു എൻ്റെ ജോലിക്ക് ഞാൻ കണ്ടുവന്നിരുന്നത്. ഓക്കെ, ലൂർദും അതിലൊക്കെ കുർബാനയിലൊക്കെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഒരുമിച്ച് പോകാനൊക്കെ സാധിക്കുമായിരുന്നു? അപ്പോൾ കുർബാനകളിൽ രാവിലെ കഴിയുന്നതും ഞങ്ങൾ അല്പം ത്യാഗം സഹിച്ചിട്ടായാലും ഞങ്ങൾ കുർബാനയ്ക്ക് കഴിയുന്നത്ര പോയിക്കൊണ്ടിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ മക്കൾ നാട്ടിലായിരുന്ന സമയത്ത് വലിയൊരു ശക്തി വിശുദ്ധ കുർബാനയായിരുന്നു പറയാം. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക്, പരിശുദ്ധാമ്മയുടെ വിമലഹൃദയത്തിലേക്ക് മക്കളെയും അവരെ മാത്രമല്ല അതുപോലെയുള്ള ടീനേജ് മക്കളെ, യുവതി യുവാക്കളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചിട്ടാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അത് വലിയൊരു ശക്തിയായിരുന്നു. തീർച്ചയായിട്ടും വിശുദ്ധ കുർബാന വലിയൊരു ശക്തി തന്നെയാണ്. അത് രാവിലെ പോകാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു കൃപ ദൈവം തന്നതാണ്. ഓക്കെ, ജെറീനയോട് ചോദിക്കാനുള്ളത്, ജെറീന ഇവിടെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം, ജെറീനെ പള്ളിയിൽ വെച്ച് കാണാറുണ്ട്, കൂട്ടായ്മകളിലൊക്കെ വരാറുണ്ട്. നിങ്ങൾ നല്ലൊരു കുടുംബാന്തരീക്ഷമായിരുന്നു നിങ്ങളുടേത്. അപ്പം നിങ്ങൾ മാതാപിതാക്കളുമായിട്ട് നല്ല അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് നാട്ടിലേക്ക് ഈ ഇവിടുത്തെ പഠനം കഴിഞ്ഞ് പോയപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളത് നേരിട്ടത്? ഹോസ്റ്റൽ ജീവിതം, കോളേജ് ലൈഫൊക്കെ ഇവിടെ വളരുന്ന പിള്ളേരെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല. അതൊന്ന് പറയാമോ ഞങ്ങളോട്? ആൻറ്റി ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ +2 വരെ ഞാൻ ഇവിടെയാണ് പഠിച്ചത്. ആ ഒരു കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞിട്ടില്ല. എല്ലാം അച്ഛനമ്മയുടെ എല്ലാ അച്ഛനമ്മ തന്നെ തന്നു, എല്ലാം നല്ല സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സമയത്താണ് നാട്ടിലോട്ട് പഠിക്കാനുള്ളൊരു അവസരം വരുന്നത്. അപ്പം സ്വാഭാവികശാൽ എല്ലാ പെൺകൊച്ചിനെ പോലും എനിക്കും കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്ന് പറയുമ്പോൾ ഒരു പുതിയ സ്ഥലം, കുറേ പുതിയ അറ്റ്മോസ്ഫിയർ, പുതിയ ഫ്രണ്ട്സ് ആയിരിക്കും, പുതിയ ഭക്ഷണ രീതി, അങ്ങനെ ഇപ്പോൾ ഒരു ക്രമം ഉണ്ടെങ്കിൽ ആ ക്രമം അവിടെ പോയി തെറ്റുമെന്നൊക്കെയുള്ളൊരു വിചാരത്തിൽ എനിക്കൊരു ഇതുണ്ടായിരുന്നു. ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് മനസ്സിലായിട്ട് എൻ്റെ ഈശോ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വലിയ സൈനാണ്. ഞാൻ പോയ കോളേജിന് ഒരു ക്രിസ്ത്യൻ കോളേജ് തന്നെയായിരുന്നു. അപ്പം ആ കോളേജ് തന്നെ എല്ലാ ഫസ്റ്റ് ഫ്രൈഡേയും കുർബാന നടത്തുമായിരുന്നു, വിശുദ്ധ കുർബാന നടത്തുമായിരുന്നു. ആ വിശുദ്ധ കുർബാനത്തിൽ എനിക്ക് നന്നായിട്ട് പങ്കെടുക്കാൻ പറ്റുന്നുള്ളതാണ് അവിടെ എൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാന അപ്പം നിങ്ങളെല്ലാവരും പങ്കെടുക്കണം, അങ്ങനെ ഒരു നിർബന്ധമായിരുന്നു അത് അവിടെ കോളേജിൽ? ഇല്ല, ഒരിക്കലും ഒരു നിർബന്ധം അല്ലായിരുന്നു വിശുദ്ധ കുർബാന പങ്കെടുക്കണമെന്ന്. പക്ഷേ ആ കോളേജിലെ പിള്ളേരും അന്നത്തെ എങ്ങനെ അവരെങ്ങനെ യൂട്ടിലൈസ് ചെയ്തെന്ന് പറയുന്നത്, എല്ലാവരും ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിജയം. എനിക്ക് അവിടെ നിന്ന് കിട്ടിയതും അവിടെയുള്ള പിള്ളേർക്ക് തന്നെ കിട്ടിയതും. ആ സമയത്ത് മറ്റ് മതത്തിലുള്ള പിള്ളേർക്ക് വേറെ ക്ലാസ്സും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും തന്നെ അവരുടെ ക്ലാസ്സിലും അവരുടെ പരിപാടിയിൽ നിന്നുകൊണ്ട് എൻ്റെ കോളേജ് ലൈഫ് നല്ലതായിരുന്നു തന്നെ എനിക്ക് പറയാൻ പറ്റും. എങ്ങനെയായിരുന്നു ഹോസ്റ്റലിൽ? ഹോസ്റ്റലിൽ ഉള്ള പ്രാർത്ഥനയൊക്കെ എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് സന്ധ്യാപ്രാർത്ഥനകളുണ്ടായിരുന്നു അവിടെ? മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഹോസ്റ്റലിലെ കാര്യങ്ങൾ? ഞാൻ ദൈവകൃപയാൽ എനിക്ക് നിൽക്കാൻ പറ്റിയ ഹോസ്റ്റൽ CMC സിസ്റ്റേഴ്സ് നടത്തിയൊരു ഹോസ്റ്റലായിരുന്നു. ഹോസ്റ്റലായിരുന്നെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ച പ്രാർത്ഥനയും പേഴ്സണൽ പ്രയർ ഒന്നും മുടക്കിയിട്ടില്ല. നിരന്തരം ബൈബിൾ വായിക്കാനൊരു സമയം കണ്ടെത്തുമായിരുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും വിശുദ്ധ കുർബാനയും പങ്കെടുക്കുമായിരുന്നു കോളേജിലല്ലാതെ. അങ്ങനെ നല്ലൊരു ഹോസ്റ്റൽ ലൈഫ് തന്നെയാണ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. എനിക്ക് പുതിയതായിട്ട് കിട്ടിയൊരു അനുഭവം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞങ്ങൾ CMC സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് തന്ന ഒരു പ്രത്യേക ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞങ്ങളെ അവർ ജപമാല പ്രദക്ഷിണം നടത്താൻ പഠിപ്പിച്ചു. അതിന് ഇമ്പോർട്ടൻസ് ഞങ്ങളാണെങ്കിൽ പോലും ചോദിച്ചു, ഇത് ജസ്റ്റ് ഒരു സാധാരണ കൊന്ത പോലെ ഹാളിലിരുന്ന് നടത്തിയാൽ പോരെ. പക്ഷെ അവർ പറഞ്ഞു അതല്ല, അതിനൊരു പ്രത്യേക ഒരു ഇഫക്റ്റ് ഉണ്ട്. നമ്മൾ നടന്ന ആ ഹോസ്റ്റലിൽ മൊത്തം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പം നമുക്ക് ആ ഹോസ്റ്റലിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. മാതാവ് നമ്മളെ ആ ഫുൾ ഹോസ്റ്റലിൽ സംരക്ഷിക്കും എന്നുള്ളൊരു പോയിന്റ് അവർ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത് ജപമാല പ്രദർശനത്തിന് ഇങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ടെന്ന് പോലും അറിയുന്നത് അങ്ങനെയാണ്. അപ്പം അത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. ആ 3 ഫ്ലോർസിൽ കൂടി ഞങ്ങൾ നടന്ന് പാട്ടും പാടി മാതാവിനെ ആദരിച്ച് ചെയ്ത ഒരു നല്ല പ്രവൃത്തി തന്നെയായിരുന്നു അത്. അങ്ങനെ എൻ്റെ ഹോസ്റ്റൽ ജീവിതം നന്നായിട്ട് തന്നെ പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥനയുടെ പ്രാധാന്യം, നമ്മൾ എവിടെയായിരുന്നാലും നമുക്കൊരു പ്രാർത്ഥനയുടെ സംരക്ഷണം ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച്, പിന്നെ നമ്മൾ ജോലി മേഖലകളിലൊക്കെ, ഇപ്പോൾ ഹോസ്റ്റലിലും അത് വലിയൊരു സന്തോഷമാണ് അത് കേൾക്കുന്നത്. കാരണം ഇവിടുന്ന് മക്കളെ നമ്മൾ നാട്ടിൽ പഠിപ്പിക്കാൻ വിടുമ്പം എല്ലാ മാതാപിതാക്കളുടെ ഒരു വലിയ ആദിയാണ് കുഞ്ഞുങ്ങൾ നാട്ടിൽ പോയി എന്താകും എന്നുള്ളത്. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രാർത്ഥനയായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ അത് പരിപാലിച്ചുകൊള്ളും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. എനിവേ ജെറീന, വളരെ സന്തോഷം ഇതൊക്കെ കേൾക്കുമ്പോൾ. ഇനി എനിക്ക് ജോസഫിനോട് ചോദിക്കാനുള്ളത്,
ജോസഫ് ഇപ്പോൾ യൂത്ത് സമയം അടിച്ചു പൊളിച്ച് നടക്കേണ്ട പ്രായമാണ്. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ പള്ളിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സമ്മർ ക്യാമ്പ് നടക്കുകയായിരുന്നു. ജോസഫ് അവിടെ വളരെ ആക്റ്റീവായിരുന്നു. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു മടുപ്പും കൂടാതെ അതിനകത്ത് ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ ജോസഫിന് സാധിച്ചിട്ടുണ്ട്. അത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെയുള്ളൊരു പ്രചോദനം എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പുറത്തുള്ള മറ്റുള്ള ആക്ടിവിറ്റീസിലൊന്നും പോകാതെ പള്ളിയിൽ വന്ന് അത്രയും പ്രവർത്തിക്കാനായിട്ട് എന്തായിരുന്നു ജോസഫിൻ്റെ ഒരു പ്രചോദനം അതിനുള്ളത്? അത് അങ്ങനെ പറയുകയാണെങ്കിൽ കുഞ്ഞുനാളിൽ തൊട്ട് എനിക്ക് വീട്ടിൽ നിന്ന് ലഭിച്ച ശിക്ഷണം അതിന് വളരെ സഹായപ്രദമായിരുന്നു. അതായത് വീട്ടിലെ പ്രാർത്ഥന, പിന്നെ ദിവസമുള്ള പള്ളിയിൽ പോക്ക്, കുർബാനയിൽ സംബന്ധിക്കുക, അതുപോലെ തന്നെ കുർബാനയിൽ അൾത്താര ബാലനായി ശുശ്രൂഷ ചെയ്യാനൊരു അവസരം നൽകിയായിരുന്നു. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് കാരണം എനിക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹവും പിന്നെ പള്ളിയോടുള്ള സ്നേഹവും കോർപ്പറേഷനും ഒക്കെ വർദ്ധിച്ചു. അപ്പം അതുപോലെ തന്നെ പള്ളിയിൽ എന്താവശ്യത്തിന് വിളിച്ചാലും അത് ഞങ്ങൾ ഓടിപ്പോവും. അതിപ്പോൾ ഒരു ദിവസമാണെങ്കിലും 8 ദിവസമാണെങ്കിലും നമ്മൾ സമയം നോക്കാറില്ല. അപ്പം പിന്നെ ഈ സമ്മർ ക്യാമ്പ് എന്ന് പറയുമ്പോൾ മെയിൻലി യൂത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാം, പിന്നെ കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ മെയിൻ ഫോക്കസ് യൂത്തായിരുന്നു. അപ്പം യൂത്തിന് വേണ്ടിയിട്ട് ഒരു നല്ല റോൾ മോഡലാവുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട്. അപ്പം അതിനുവേണ്ടി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. തീർച്ചയായിട്ടും അത് കുഞ്ഞുങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട്. ജോസഫ് അവർക്കൊരു വലിയ ഇൻസ്പിറേഷനായിരുന്നു, ഒരു നല്ല മാതൃകയായിരുന്നു. കാരണം ഒരു കുറച്ച് നാളത്തെ അവധിക്ക് വേണ്ടിയാണ് ഇവിടെ വന്നത്. അതേ സമയത്ത് പുറത്തൊക്കെ ഒത്തിരി ആക്ടിവിറ്റീസുകളിലൊക്കെ പോകാമായിരുന്നു. എങ്കിലും പള്ളിയിൽ ആ കുഞ്ഞുങ്ങൾക്കൊരു മോഡലായിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. രാവിലെ 9 മണിക്ക് തുടങ്ങി രാത്രി 9:30 വരെ ഏകദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ് ജോസഫ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും ചോദിക്കാനുള്ളത്, എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെയൊക്കെ നേഴ്സിങ് ഒത്തിരി പേരെ നമുക്കറിയാം. നമ്മുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർ, നമ്മുടെ കൂട്ടായ്മയിൽ ആരുടെ എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ അതിലോട്ട് ഇടപെടാൻ നിങ്ങൾ രണ്ടുപേരും തയ്യാറാണ്. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഒരു ദുബൈയിൽ ഒരു നേഴ്സിൻ്റെ മോൾക്ക് പെട്ടെന്നൊരു സർജറി വന്നു. അവർക്ക് ഷാർജയിൽ വേറെ ആരുമില്ല. നിങ്ങൾക്ക് പറയാവുന്ന വലിയ പരിചയമൊന്നും ഉള്ളവരല്ല, പക്ഷേ നിങ്ങൾ അവർക്ക് താമസിക്കാനായിട്ട് ഭവനം തുറന്നു കൊടുത്തു. അവർക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, മോള് അവിടെ ICUയിലൊക്കെ കിടന്നപ്പം ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതൊക്കെ ലൂർതായിരുന്നു. ഇവിടെയൊക്കെയുള്ള നേഴ്സുമാർ പറയുമായിരുന്നു. അതുപോലെ എന്ത് പള്ളിയിലൊക്കെ എന്ത് ആവശ്യമുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിക്ക് തന്നെ പള്ളിയിൽ റൂം കിട്ടാതെ വരുമ്പോൾ എന്ത് പ്രാർത്ഥന അറേഞ്ച് ചെയ്യണമെങ്കിലും നിങ്ങളുടെ ഭവനമാണ് തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നമുക്കൊക്കെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നത് ബാബുശാനും അതിന് കൂടെ ഇറങ്ങുമായിരുന്നു. ലൂർദിൻ്റെ കൂടെ എപ്പോഴും ബാബുശാനെ കാണാം, ഏതിനു വേണ്ടിയും. അത് നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു പ്രചോദനം എന്തായിരുന്നു? അതിനൊക്കെയുള്ള പ്രവർത്തിക്കാനായിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളൊരു പ്രചോദനം നിങ്ങൾക്ക് എവിടെ നിന്നായിരുന്നു ലഭിക്കുന്നത്? എന്ന് വെച്ചാൽ ഇവരുടെ നേഴ്സസ് മിനിസ്ട്രിയുടെ പ്രയറിൽ ഞാനും ഇടയ്ക്കൊക്കെ പോയി പങ്കുചേരാറുണ്ടായിരുന്നു. വളരെ അനുഭവപ്രദമായിരുന്നു അവരുടെ പ്രാർത്ഥനകളൊക്കെ. ജപമാലയും പിന്നെ തിരുവോസ്തി എഴുന്നള്ളിച്ച് വെച്ചുള്ള പ്രാർത്ഥനയും ആരാധനയൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വലിയ ശക്തി എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ഒരു കാര്യം സിസ്റ്റർ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർക്കുന്നത്, അതായത് ഞങ്ങൾ മസ്കറ്റിലായിരുന്നപ്പം ഞങ്ങളുടെ ഫാമിലിക്ക്, ഞാൻ അന്ന് ഇവിടെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ദുബായിലായിരുന്നു. എന്നെ മസ്കറ്റ് കമ്പനി ഡെപ്യൂട്ടി ചെയ്ത് ഇങ്ങോട്ട് വിട്ടതായിരുന്നു ഒരു ജോലിക്ക് വേണ്ടി, പ്രത്യേക ജോലി ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവർ, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യയും എൻ്റെ സിസ്റ്ററുണ്ടായിരുന്നു, പിന്നെ മക്കൾ 2 പേരും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനും വൈഫും കൂടെ അവർ ഒരു അച്ഛൻ്റെ ജൂബിലിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരം കാർ ഓടിച്ച് പോകുമ്പം പെട്ടെന്ന് ഒരു അവിചാരിതമായൊരു ആക്സിഡൻറ്റിൽ അവർ പെട്ടു. അപ്പം എൻ്റെ മാനേജർ, ഞാനിവിടെ ആയിരുന്നുകൊണ്ട് എന്നെ ഇൻഫോം ചെയ്തപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിപ്പോയി. നൈറ്റായിരുന്നു ഇൻഫോം ചെയ്തത്. അപ്പം എനിക്ക് പെട്ടെന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിഞ്ഞു. ഈശോയിലേക്ക് ഞാൻ ഇവരെയൊക്കെ പൂർണ്ണമായും സമർപ്പിച്ചു. കാരണം ഞാൻ കാണുന്നുണ്ടായിരുന്നില്ലല്ലോ എന്താണ് സംഭവിച്ചത്. മാനേജർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നിനക്ക് പറ്റുമെങ്കിൽ പോരുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് രാത്രി ഞാൻ ഫ്ലൈറ്റിനൊക്കെ ചെക്ക് ചെയ്തു, എനിക്ക് ടിക്കറ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട്, അപ്പോൾ എനിക്ക് വണ്ടി ഉണ്ടായിരുന്നു, ഡ്രൈവിംഗ് ലൈസൻസൊക്കെ ഉണ്ട്. അങ്ങനെ രാത്രിക്ക് മഴയൊക്കെ ആയിരുന്നു, നല്ല മഴയിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് പോയി. പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് പോയത്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ജപമാല അർപ്പിച്ചുകൊണ്ടാണ് വണ്ടിയിൽ പോയത്. രാത്രിയായിരുന്നു, മിഡ് നൈറ്റ് കഴിഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് ജീവിത പങ്കാളിനെ ഒരു ട്രോളിയിൽ എടുത്തുകൊണ്ട് വരുന്ന ഒരു രംഗമാണ് ഞാൻ കാണുന്നത്. പെട്ടെന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അതിൻ്റെ സിവിയർനെസ് എനിക്ക് മനസ്സിലായത്. ആക്ച്വലി ഒരു മേജർ സർജറി കഴിഞ്ഞിട്ട് പുള്ളിക്കാരി വരികയായിരുന്നു. അതേമാതിരി എൻ്റെ സിസ്റ്ററിനെ, പുള്ളിക്കാരിക്കും മേജറായിട്ട് ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. പുള്ളിക്കാരി വേറൊരു ഹോസ്പിറ്റലായിരുന്നു അഡ്മിറ്റ് ചെയ്തിരുന്നത്. അപ്പം 2 പേരും 2 ഹോസ്പിറ്റലായിരുന്നു. ഇവരൊക്കെ കെയർ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരിയുടെ ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റാഫൊക്കെ നിന്ന് നോക്കുമായിരുന്നു. അപ്പം നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പം
നമ്മളെ സഹായിക്കാനായിട്ട്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ രണ്ടുപേരും 2 ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് നോക്കാൻ കഴിയില്ല. എന്തൊക്കെയാണ് ഇവർ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു, പിന്നെ നമുക്ക് സഹായം നമ്മുടെ സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇവരുടെ സ്റ്റാഫൊക്കെ തന്നെയായിരുന്നു വന്നതും നോക്കിയതൊക്കെ. അതെ, ഞാനൊരു 89 ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുമായിരുന്നു. ആ സമയത്ത് ഓരോ 8 മണിക്കൂറും ഞങ്ങൾക്ക് വന്ന എല്ലാ സഹായവും, പ്രത്യേകിച്ച് എനിക്ക് എണീറ്റിരുന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ബെഡിൽ ഇനി വെറുതെ കിടക്കുന്ന സമയത്ത് ആ ഓരോ 8 മണിക്കൂറും എന്നെ വന്ന് സഹായിച്ചത് എൻ്റെ ഫ്രണ്ട്സ്, അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സും ഞങ്ങളുടെ റിലേറ്റീവ്സും ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് അതൊരു ഭയങ്കര ശക്തിയായിട്ട് തോന്നി. അതെല്ലാം ഉപരി എനിക്ക് പറയാനുള്ളത് മസ്കറ്റിൽ മാത്രമല്ല, GCC മാത്രമല്ല, ഇവൻ നാട്ടിൽ പോലും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അവരുടെ എല്ലാം ശക്തമായിട്ടുള്ള പ്രാർത്ഥനയുടെയും അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട്, അവർക്ക് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടായിരുന്നായിരുന്നു, പക്ഷേ അവരതൊന്നും കണക്കാക്കാതെ ഓരോ 8 മണിക്കൂർ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. അപ്പോൾ അതെനിക്ക് വലിയൊരു ശക്തിയായിരുന്നു. അതുതന്നെ അപ്പോൾ എനിക്ക് തോന്നി എനിക്കും ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നി. അതായിരുന്നു എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നുപോയി. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും, മറ്റുള്ളവരുടെ വേദനകൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അത് കൂടാതെ ഇതിനോട് കൂടി ആഡ് ചെയ്യാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒന്നിച്ചാകാനുള്ള ഒരു വലിയ നിമിത്തവും ഇത് തന്നെയായിരുന്നു. കാരണം ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം ഞാൻ ഞാൻ സൗദിയിലേക്കായിരുന്നു പോയത്. എൻ്റെ ജോലി അവിടെയായിരുന്നു, ഇവിടെ മസ്കറ്റിലായിരുന്നു. അപ്പോൾ മസ്കറ്റിൽ റംസാൻ്റെ അവധി വന്നപ്പം പുള്ളിക്കാരിനെ സൗദിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ എൻ്റെ സ്പോൺസർ പറഞ്ഞു, ഓക്കെ നിനക്ക് ഞാൻ വിസയൊക്കെ അറേഞ്ച് ചെയ്ത് തരാം പുള്ളിക്കാരിയെ കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ഇരിക്കവെയാണ് ഈ റംസാൻ്റെ അവധിക്ക് എനിക്ക് അവിടെ വെച്ചൊരു ചെറിയ വണ്ടി ആക്സിഡൻ്റൊക്കെ ഉണ്ടാവുകയും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും എൻ്റെ കൈ ഫ്രാക്ചർ ആവുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ കൈ ഫ്രാക്ചർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ജോലിക്ക് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സ്പോൺസർ പറഞ്ഞു, കുഴപ്പമില്ല, നീ വന്ന് ജോലി ചെയ്തു. കാരണം ഞാനൊരു വർക്ക്ഷോപ്പ് ഇൻചാർജായിട്ടാണ് അവിടെ വർക്ക് ചെയ്തത്. അപ്പം കുഴപ്പമില്ല, നിനക്ക് കൈ കൊണ്ട് ജോലി ചെയ്യാനൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഒന്ന് ജോലി ചെയ്യാനൊക്കെ പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ കൈ ഹീൽ ചെയ്യാനായിട്ട് കുറേ സമയമെടുത്തു. അപ്പോൾ ഇതിലൊക്കെ ഈശോയുടെ വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഹീൽ ചെയ്യാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഹീൽ ചെയ്യണം. അന്ന് എൻ്റെ യങ് ഏജായിരുന്നു, ഹീലിംഗ് പ്രോസസ്സൊക്കെ പെട്ടെന്ന് നടക്കേണ്ട ഒരു സമയമായിരുന്നു. എന്നാൽ തന്നെയും എൻ്റെ കൈ പെട്ടെന്ന് ഹീലായില്ല. അപ്പം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ അങ്ങനെ വിവരം അറിയിച്ചു. പുള്ളിക്കാരി പറഞ്ഞു, കുഴപ്പമില്ല, ഇങ്ങോട്ട് പോര്, മസ്കറ്റിലേക്ക് പോര്. അങ്ങനെ പുള്ളിക്കാരി ഒരു വിസയൊക്കെ എടുത്തു. അങ്ങനെ ഞാൻ മസ്കറ്റിലേക്ക് വന്നു. അപ്പം ഞാൻ ഇതിനകത്ത് കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സഹനങ്ങളിലൂടെ ഈശോ ഞങ്ങളെ ഒന്നിപ്പിക്കുകയായിരുന്നു എന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ സൗദിയിലും ഇവിടെ മസ്കറ്റിലുമായിട്ട് ഇങ്ങനെ നിന്നുപോയേനെ എന്ന് എനിക്ക് തോന്നിയായിരുന്നു. വചനം പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന്. അത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അന്വർത്ഥമായിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അതെ, ദൈവം പദ്ധതി അനുസരിച്ച് വിളിച്ചവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ വിവാഹത്തിന് ശേഷമല്ല, വിവാഹത്തിന് മുമ്പ് തന്നെ ഞാൻ ശരിക്കും പ്രാർത്ഥിച്ച് എനിക്കൊരു തീരുമാനമെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അത് ഞാൻ 24-25 വയസ്സുള്ളപ്പോൾ ഞാൻ ആദ്യമായിട്ട് ബോംബെയിൽ വെച്ചൊരു ധ്യാനം കൂടി. അപ്പോൾ അവിടെ വെച്ച് ധ്യാനഗുരു പറയുമായിരുന്നു, 24-25 വയസ്സാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, നമുക്ക് കിട്ടാൻ പോകുന്ന ജീവിത പങ്കാളിയെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ അച്ഛൻ പറയുമായിരുന്നു, അതിനായിട്ട് ആ ഒരു നിയോഗം വെച്ച് വിശുദ്ധ കുർബാന, പരിശുദ്ധ അമ്മയുടെ ജപമാല, അതുപോലെ ഉപവാസം, ഇതെല്ലാം വേണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഈ ഒരു നിയോഗം വെച്ച് ഉപവസിച്ച് ജപമാല ചൊല്ലി, അതുപോലെ കുർബാനയിൽ ഈ നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട്, അതിൻ്റെ എല്ലാം പ്രത്യുപകാരമായിട്ട് എനിക്ക് നല്ലൊരു ജീവിത പങ്കാളി ഇതിൻ്റെ ദൈവം തന്നു. അതെ, ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം ഒന്നിച്ച് നിൽക്കാനും മക്കളെ ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വരുവാനും ഒക്കെ ദൈവം ഞങ്ങളെ അനുവദിച്ചു. തീർച്ചയായിട്ടും അതും വലിയൊരു കാര്യമാണ്. നമുക്കറിയാമെങ്കിലും എനിക്ക് തോന്നുന്നത് എല്ലാവരും ഒന്നും നമ്മൾ അത്ര ചിന്തിക്കാറില്ല. ഒരു ജീവിത പങ്കാളി, വരാൻ പോകുന്ന ജീവിത പങ്കാളിക്ക് വേണ്ടി നമ്മൾ ഇത്രയും പ്രാർത്ഥിക്കണമെന്ന് എനിക്കത് വലിയൊരു കാരണം. വിവാഹപ്രായമെത്തിയ മകളൊക്കെ വരുന്നു, അപ്പം അവർക്ക് വരുന്ന ജീവിത പങ്കാളിക്കൂടെ വേണ്ടി മാതാപിതാക്കളെല്ലാം പ്രാർത്ഥിക്കണം. നമ്മൾ നല്ലൊരു ബോധ്യമാണ് ലൂർദ് ഇപ്പോൾ പറഞ്ഞു തന്നത്. എല്ലാവർക്കും ജീവിത പങ്കാളിയെ വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കണം എന്നുള്ളത് അത് വലിയൊരു ബോധ്യമാണ് തന്നത്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇവിടെയായിരുന്നു, ഹോസ്റ്റലിൽ ജെറീന ആയിരുന്നപ്പം എങ്ങനെയായിരുന്നു ജെറീന നിങ്ങൾ ഫോൺ വിളിച്ച്? നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പിള്ളേരെ 2 പേരെ നാട്ടിൽ വിട്ടപ്പോൾ. അപ്പം എങ്ങനെയായിരുന്നു നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനൊക്കെ? നിങ്ങൾ എന്നും സംസാരിക്കുമായിരുന്നോ? എങ്ങനെയായിരുന്നു അത്? ഞങ്ങൾ മിക്കവാറും തന്നെ എല്ലാ ദിവസവും ഇവരോട് ഫോണിൽ കൂടെ സംസാരിച്ചിരുന്നു. എല്ലാ ദിവസവും തന്നെ ഒരു ഫിക്സ്ഡ് ടൈം വെച്ചിട്ട്, ഒന്നെങ്കിൽ ഇവരുടെ ഹോസ്റ്റലിലെ ടൈം അനുസരിച്ചിട്ട് ഞങ്ങൾ വിളിക്കുമായിരുന്നു. വിളിക്കുമ്പോൾ ഇവരോട് ചോദിക്കും
എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പഠിപ്പിച്ചു, സിസ്റ്റർ ഐ മീൻ ടീച്ചേഴ്സ് എന്ത് പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, അതൊക്കെ അവരോട് ഞാൻ ചെക്ക് ചെയ്തു. പ്രത്യേകിച്ച് ഞാൻ ഒരു പോയിൻ്റ് അവരോട് എപ്പോഴും ചോദിക്കാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നു. കാരണം നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ടോ, പേഴ്സണൽ പ്രെയർ ഉണ്ടോ, ഈ കാര്യങ്ങൾ ശക്തമായിട്ട് ഇവരോട് ഞാൻ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഇവർ പറയാറുണ്ടായിരുന്നു അത് ചെയ്തു. അതുകൂടാതെ തന്നെ ഇവർക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെന്ന് പറയുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒന്ന് അസുഖം, 2 പരീക്ഷയിലൊക്കെ ഈ എക്സാമിനൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു ടെൻഷനുണ്ടല്ലോ, ചെറുതായിട്ട് പിള്ളേർ പഠിച്ചിട്ട് പോകും. അപ്പോൾ ഇവർ പറയും പപ്പ ഒന്നും പഠിച്ചില്ല, എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറയുമ്പം ഞാൻ പറയും നീ പേടിക്കണ്ട, ഞാൻ ഫോണിലൂടെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫോണിലൂടെ പ്രാർത്ഥിക്കുമായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഇവര് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പ്രത്യേക ഒരു സന്തോഷം ഉള്ളി വരുന്നത്. ബിക്കോസ് നമ്മൾ വേറെ ആരെയും അപ്രോച്ച് ചെയ്യുന്നില്ല. നമുക്ക് അവിടെ നമുക്കറിയാം ഈ ബാക്കിയുള്ള എൻ്റെ കൂടെയുള്ള പിള്ളേരുടെയൊക്കെ അച്ഛനമ്മമാർ എന്തായാലും നാട്ടിൽ തന്നെയാണ്. അപ്പം ഇവരെന്തെങ്കിലുമൊക്കെ വിഷമം പറയുമ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് വിളിച്ചോളൂ, നിങ്ങളുടെ അച്ഛനമ്മമാരുണ്ടല്ലോ, ഏത് നിമിഷം വിളിച്ചാൽ പോരെ, എനിക്കാണെങ്കിൽ വെയിറ്റ് ചെയ്യണം, വന്നൊരു 6 മണി ഒരു സമയം ഉണ്ടെങ്കിൽ മീൻസ് ഇവർ ജോലിയിൽ നിന്ന് ഫ്രീ ആവുന്ന സമയം വരെ വെയിറ്റ് ചെയ്യണം. പക്ഷെ അത്ര നേരം വെയിറ്റ് ചെയ്താലും ഇവരോട് നമ്മൾ പറയും അപ്പോൾ എനിക്ക് ഇപ്പോൾ തലവേദനയാണെങ്കിൽ പോലും അപ്പോൾ എനിക്ക് തലവേദനയായിരുന്നു, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ ഫോണിൽ കൂടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളോട് പറയും തലയിൽ കൈ വെക്കുക, അല്ലെങ്കിൽ തലവേദനയാണെങ്കിൽ ഇപ്പോൾ തലയിൽ കൈ വെക്കുക, എന്നിട്ട് അവർ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അപ്പോൾ ഇൻസ്റ്റൻറ്റ് റിലീഫായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ശരിക്കും ഇത് നമ്മൾ അങ്ങനെ വിചാരിക്കത്തില്ല, ഇത് എന്തൊരു മായാജാലം, അങ്ങനെ വിചാരിക്കത്തില്ല. പക്ഷേ നമുക്കറിയാം അവിടെ പ്രാർത്ഥന എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ. അതുപോലെ തന്നെയായിരുന്നു എനിക്ക് ഹോസ്റ്റലിൽ നിന്നപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സ്ട്രൈക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത് ട്രാൻസ്പെറൻസി ആയിരുന്നു. അച്ഛനോടും അമ്മയോടും എന്തും തുറന്നു പറയുന്ന ഒരു സ്വഭാവം. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ആയിരുന്നപ്പോഴും ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാനും ചേട്ടനാണെങ്കിൽ തന്നെയും ഹോസ്റ്റലിൽ ആയപ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി വന്നത് അവിടെയാണ്. ബിക്കോസ് ഹോസ്റ്റലാകുമ്പോൾ അച്ഛനമ്മ അടുത്ത് മാറി നിൽക്കുന്നു, അവരറിയാനേ പോകുന്നില്ല നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, പടം കാണാൻ പോകുന്നുണ്ടോ അതോ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യുന്നുണ്ടോ, അവരൊന്നും അറിയുന്നില്ല. പക്ഷേ അതും നമ്മുടെ ഒരു ഉള്ളിലെ ഓണസ്റ്റി അനുസരിച്ചിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് അറിയത്തുണ്ടോ എന്നൊക്കെ അറിയത്തില്ല, നമ്മളിങ്ങനെ ഒരിക്കലും അങ്ങനെ ഞാനൊരു പടം കാണാൻ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അന്ന് തിരുവനന്തപുരത്തേക്കും ഇതുപോലെ അപ്പം പറഞ്ഞവർ ചോദിക്കും എന്ത് ചെയ്തു, കോളേജിൽ പോയോ. അപ്പം ഉള്ളി വെക്കാനൊരു വിഷമമാണ്. വേറെ എല്ലാം പറയും, ഇപ്പം ഞാൻ അന്ന് കോളേജിൽ പോയി, ഇന്ന് ടീച്ചർ ഇത് പറഞ്ഞു അത് പറഞ്ഞു ഇതൊക്കെ സംഭവിച്ചു. പക്ഷെ പടത്തിൽ പോയെന്നുള്ള കാര്യം പറയാൻ പറ്റുന്നില്ല, ഉള്ളിൽ വിഷമമായി കിടക്കും. അത് പറയാത്തതിൻ്റെ ഒരു കുറ്റബോധം എന്നെ ഇപ്പം ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു സമയം ഇതാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ഇച്ചിരി കൂടെ ട്രാൻസ്പെറൻ്റ് എന്ത് പറ്റും, കൂടി പോയൊരു വഴക്ക് പറയും പറഞ്ഞിട്ട് പോകാത്തതിന്. പക്ഷെ അത് പറഞ്ഞിട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ജോയ് ഉണ്ട്. ആ പറഞ്ഞിട്ട് പോകുമ്പം ആ പടം തന്നെ നമ്മൾ ഫുള്ളി എൻജോയ് ചെയ്യുന്ന പോലെ നമുക്കൊരു ഫീലിംഗ് തോന്നും. അതാണ് എനിക്ക് തോന്നുന്നു. അതും ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാ പിള്ളേരും തന്നെ അങ്ങനെ മാറി നിൽക്കുമ്പം പ്രാക്ടീസ് ചെയ്തത് നല്ലതായിരിക്കും. ആ ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാവും. കാരണം നിനക്കത് ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം. മക്കളുമായിട്ട് നമുക്ക് നല്ലൊരു റിലേഷൻ, അതൊക്കെ നമ്മുടെ ക്രിസ്തുവിനെ നമ്മൾ കുറച്ചുകൂടെ മുറുക്കെ പിടിച്ചാലേ നമുക്ക് സാധിക്കത്തുള്ളൂ. അതും ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് അതൊരു ഇൻസ്പിറേഷനാണ്. ഇതൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുമ്പം അതൊരു സുഖമല്ല. ഇനിമേ ജെറീന നല്ലൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. ജെറീനയ്ക്ക് അങ്ങനെ എല്ലാം തുറന്നു പറയാൻ തോന്നിപ്പിച്ചിരുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതമായിരുന്നു ജെറീനയുടേത്. ക്രിസ്തു ഉള്ളിലുള്ളത് കൊണ്ടാണ് അത് സാധിച്ചത്. വളരെ വളരെ ശരിയാണ് ആൻറ്റി. ഈശോ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെയും പിന്നെ എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടും കൂടെയാണ് എനിക്ക് കള്ളം പറയാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ഒരു വിഷമം ഉണ്ടാകും കള്ളം പറയുമ്പോൾ. അപ്പോൾ അതെങ്ങനെയാണെങ്കിലും എങ്ങനെ ചെയ്താലും എന്ത് ചെയ്താലും അത് പുറത്തു വരും. ജെറീന ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ തലമുറകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നാട്ടിൽ പഠിക്കുന്ന മക്കളൊക്കെ എന്തുണ്ടെങ്കിലും മാതാപിതാക്കളോട് അവർക്ക് തുറന്നു പറയാൻ സാധിക്കുന്നത് അത് നമ്മുടെ മാതാപിതാക്കളുടെ കടമയാണ്. ക്രിസ്തുവിനെ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിന് സാധിക്കും. അവർ എന്ത് ചെറിയ ചെറിയ പ്രശ്നമുണ്ടായാലും അവരത് മാതാപിതാക്കളോട് പറയുമ്പോൾ വലിയ വലിയ പ്രശ്നത്തിൽ നിന്നെല്ലാം അത് ഒഴിവാക്കി കിട്ടും. അതിന് എല്ലാ കുഞ്ഞുങ്ങളുടെ ഉള്ളിലും നമ്മൾ ക്രിസ്തുവിനെ നിക്ഷേപിച്ച് കൊടുക്കണം. അതിന് സുഭാഷിതങ്ങൾ 22:6 പറയുന്നുണ്ട്, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലെത്തിയാലും അതിൽ നിന്ന് അവർ വ്യതിചലിക്കുകയില്ലെന്നുള്ളത്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള അടുത്ത കാര്യം, ജോസഫിന് ഇപ്പോൾ ഇന്നത്തെ യൂത്തിനോട് പറയാനുള്ളൊരു മെസ്സേജ് എന്താണ് ഉള്ളത്? എന്നെ സംബന്ധിച്ചിട്ട് യൂത്താണ് സഭയുടെയും അതുപോലെ നമ്മുടെ സമൂഹത്തിൻ്റെയും നാളത്തെ ഫ്യൂച്ചർ ലീഡേഴ്സ്. അപ്പം അവർക്ക് വലിയൊരു റോളുണ്ട് നമ്മുടെ സമൂഹത്തിലായാലും സഭയിലായാലും. അപ്പം എനിക്ക് മെയിൻലി പറയാനുള്ളത്
പുറത്ത് പോയി പഠിക്കുന്ന യൂത്ത് അഥവാ വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്ന യൂത്തിനോട് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നമ്മളെപ്പോഴും നമുക്ക് കിട്ടിയ വീട്ടിൽ നിന്ന് കിട്ടിയ വിശ്വാസം അത് നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കുർബാന മിസ് ചെയ്യാൻ പാടില്ല, പേഴ്സണൽ പ്രെയർ മിസ് ചെയ്യാൻ പാടില്ല, ബൈബിൾ വായിക്കണം. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ബേസിക്കലി അത് മറ്റുള്ളവർക്കും ഒരു മാതൃക കാണിച്ചു കൊടുക്കും. അതുപോലെ തന്നെ നമുക്കിപ്പം പുറത്ത് ആയാലും നമ്മുടെ പേരൻസിനേക്കാളും കൂടുതൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പം നമ്മുടെ എല്ലാ ഫ്രണ്ട്സും തരുന്ന എല്ലാ അഡ്വൈസസും നമ്മൾ സ്വീകരിക്കാതെ നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് സ്വീകരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യൂത്തിന് വലിയൊരു റോളുണ്ട്. കാരണം നാളെ സഭയെ ഉയർത്തിപ്പിടിക്കേണ്ടത് അവരാണ്. അപ്പം അതിനുവേണ്ടി കുറച്ചും കൂടെ ഒരുങ്ങുക. എല്ലാവരും ക്രിസ്തുവിനോട് അടുക്കാൻ ശ്രമിക്കുക, ക്രിസ്തുവിനെ അറിയാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറഞ്ഞത്. അതെ, തീർച്ചയായിട്ടും അതുതന്നെയാണ് ആവശ്യം. നമ്മൾ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾ നടക്കേണ്ട വഴി നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ശിക്ഷണവും പ്രാർത്ഥനയും അതുതന്നെയാണ്. എവിടെയായിരുന്നാലും മക്കൾ അതുതന്നെ അത് പരിശീലിച്ചുകൊണ്ട് പൊക്കോളും. അപ്പോൾ നമ്മൾ അതിനെ ഓർത്തൊരു ടെൻഷൻ അടിക്കണ്ട എന്നുള്ളത്. കാരണം ഇന്നത്തെ തലമുറകളുടെ ഇന്നത്തെ നമ്മുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഗൾഫിലുള്ള മാതാപിതാക്കളുടെ ഒരു വലിയ ആദിയും ടെൻഷനുമാണ് മക്കളെ നാട്ടിലേക്ക് വിടുമ്പോൾ. പക്ഷെ ചെറുപ്പത്തിലെ അത് പരിശീലിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ എവിടെയായിരുന്നാലും മക്കൾ നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും. അവർ ക്രിസ്തുവിനെ അറിഞ്ഞാൽ മാത്രം മതി. പ്രിയമുള്ളവരെ, ഈ കുടുംബം നമുക്കായി ഒരുപാട് നല്ല കാര്യങ്ങൾ പങ്കുവെച്ച് തന്നു. അപ്പനും അമ്മയും മക്കളും ഒരുപോലെ പങ്കുവെച്ച കാര്യമാണ് വിശുദ്ധ കുർബാനയിലും ജപമാലയിലും അവർക്കുണ്ടായിരുന്ന വിശ്വാസവും ശക്തിയും. മക്കൾ പഠനത്തിനായിട്ടും ജോലിക്കായിട്ടും ദൂരെ ആയിരിക്കുമ്പോൾ അവർക്ക് കൂട്ടിനുള്ളത് നമ്മുടെ ഈശോ മാത്രമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നേഴ്സുമാർക്ക് നമ്മുടെ ഷിഫ്റ്റ് ഡ്യൂട്ടി രാത്രിയിലുമൊക്കെ നമ്മൾ അവരിൽ നിന്ന് ദൂരെയാണ്. അപ്പോഴെല്ലാം അവർക്ക് ഈശോയും മാതാവും കൂട്ടിനുണ്ടെന്നുള്ള ഒരു ബോധ്യമുണ്ടാകട്ടെ. അതിനായി നമുക്ക് ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഓർക്കുമ്പോൾ മാതാവേ, നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ, നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ, നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലായി. പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരിലായി. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ, നിന്നെ ഞാൻ